വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാറിയിട്ടുള്ള 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സീരീസാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കാണാം, ഈ പീലിയുടെ ഗ്രാമം മുതൽ ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ള അധ്യായത്തിലെ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ, അതിലുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ല ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ആ രീതിയിലുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്ത ആളുകൾക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ HSA സോഷ്യൽ സയൻസിൻ്റെ കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 2 ബാച്ചായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ഒന്ന് നമ്മുടെ കോഴ്സ് ഗ്രൂപ്പ്, അതിലായിരിക്കും മെറ്റീരിയലുകളും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്കും എല്ലാം അതിലായിരിക്കും ഉണ്ടാവുക. ക്ലാസ്സുകളെല്ലാം പ്രൈവറ്റ് ആണ്. അപ്പോൾ അത് ഫീ അടച്ച ആളുകൾക്ക് മാത്രമേ ഈ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും അതുപോലെ തന്നെ ടോപ്പിക് അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് ഡെയിലി എക്സാമും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഗ്രൂപ്പിൽ മാത്രമാണ് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് 1500 രൂപയാണ് വരുന്നത്. 500 രൂപ അടച്ചിട്ട് ബാക്കി ക്യാഷ് 1 അല്ലെങ്കിൽ 2 മാസം കൊണ്ട് അടച്ചു തീർക്കാം. ഇനി നിങ്ങൾക്ക് എക്സാം ബാച്ചും സ്റ്റഡി മെറ്റീരിയലും ക്ലാസ്സുകളും എല്ലാം അടങ്ങുന്ന ഫുൾ പാക്കേജ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് 2999 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 1000 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ബാക്കി ക്യാഷ് 2 മാസം കൊണ്ട് അടച്ച് തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് റിവൈസ് ചെയ്യുക, ടോപ്പിക്കുകൾ മാക്സിമം സിലബസ് പ്രകാരം കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ ഡെയിലി എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ എക്സാം എന്നാണോ അതുവരെ ആയിരിക്കും ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഈ ഒരു 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളും നാടറിയാം തുല്യതയിലേക്ക്, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും, നിയമവും സമൂഹവും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൂചിപ്പിച്ച പോലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, 81 29 529 102 എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ടെലഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. അപ്പോൾ പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിക്കാനുള്ളത്, 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് എന്നുള്ളത്. 5ാം ക്ലാസ്സിൽ മാത്രം തന്നെ 5ാം ക്ലാസ്സിൽ തന്നെ ഒരുപാട് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാരണം അത്രത്തോളം ഇവിടെ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ അധ്യായം 7 ഗതാഗത ആശയവിനിമയ മാർഗങ്ങൾ, ഗ്രേഡ് 5 SS2, കാരണം 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക് ആയതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 4500 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ ചക്രം ലഭിച്ചത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്ത് നിന്നാട്ടോ. ഏത് വർഷം കണ്ടെത്തിയത്? 1976 കണ്ടെത്തിയത്. 1976 കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ് പഠിച്ചു നോക്കുക, എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിന് തീരത്ത് നിന്നാണ് കിട്ടിയത്. 4500 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചോദ്യം തന്നെ നമുക്കവിടെ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ, കഴിഞ്ഞ നമ്മുടെ തമിഴ് മീഡിയം സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ തല ഇറങ്ങിപ്പോയി. കാരണം ക്വസ്റ്റ്യനൊക്കെ ശരിക്കും നമ്മളൊന്ന് വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ ശരിക്കും ഈസി ചോദ്യങ്ങളായിരുന്നു. ഇപ്പോൾ പൊളിറ്റിക്സിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറെ സിമ്പിൾ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കാർക്കും അടുക്കാൻ പറ്റാത്തത് ഹിസ്റ്ററി ആയിരുന്നു. ഹിസ്റ്ററി അത്രത്തോളം ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നിന്ന് കൂടുതൽ വന്നിട്ടുള്ളത്. കുറച്ച് സിമ്പിൾ ചോദ്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ലെങ്ത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പറഞ്ഞത് നല്ല ഡീപ്പായിട്ട് നമ്മളിത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു, ഫസ്റ്റ് 1974 സ്വിറ്റ്സർലാൻഡ് സൂറിച്ച് തടാകത്തിൽ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ
മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി മെസ്സപ്പൊട്ടോമിയയിൽ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസ്സപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായിട്ട് കരുതുന്നുണ്ട്. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പെട്ടിയിൽ ചെമ്പാക്കി തറച്ച തരത്തിലായിരുന്നു അവർ നിർമ്മിച്ചിരുന്നത്. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. അപ്പൊ മെസ്സപ്പൊട്ടോമിയക്കാർ അതിന്റെ തുടക്കം കേട്ടോ. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്, നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. അപ്പൊ യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസ്സപ്പൊട്ടോമിയ എന്നൊക്കെ അറിയുന്നത്. അപ്പൊ നിങ്ങൾ ആ ബേസിക്കുള്ള കാര്യങ്ങളൊക്കെ 5ാം ക്ലാസ് തന്നെ ഉണ്ട്. പിന്നെ ഓരോ നോക്കുക, ഗതാഗത മാർഗങ്ങൾ കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം, റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ഉൾനാടൻ ഗതാഗതം വരുന്നുണ്ട്, കടൽ സമുദ്ര ഗതാഗതങ്ങൾ, ദേശീയ വ്യോമ ഗതാഗതങ്ങൾ, അന്തർദേശീയ വ്യോമ ഗതാഗതങ്ങൾ. ഇത്രയാണ് ഗതാഗത മാർഗങ്ങൾ. ഇനി ഓരോ നോക്കാം. മക് ആദം റോഡുകൾ, പുതിയ പോയിന്റുകൾ ആട്ടോ, നോക്കിക്കോളുക. ഇത് കഴിഞ്ഞൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്ന് അറിയില്ല, ഇല്ല എന്നാണ് തോന്നുന്നത്. മക് ആദം റോഡുകളെ കുറിച്ച് പറയാട്ടോ. 1820 സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള JL മക് ആദം ആണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതൊക്കെ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നെ നമ്മുടെ സിലബസിലുണ്ട്, മൊഡ്യൂൾ 8 ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പൊ അതൊക്കെ 5ാം ക്ലാസ്സിൽ വരെ ഇതിന്റെ ബേസ് കിടക്കുന്നുണ്ട് നോക്കണം. അത് നല്ല ആഴത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ഭാഗത്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കാം, 1820 സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള JL മക് ആദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ഇനി നോക്കുക, കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ദേശീയ പാതകളുണ്ട്, എക്സ്പ്രസ് ഹൈവേകളുണ്ട് എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖലകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇനി ജോഗ്രഫിയുടെ ആ ഭാഗത്ത് ഇതൊക്കെ വിശദീകരിച്ച് പഠിക്കാനുണ്ടോ. ഗ്രാമീണ റോഡുകളെ കുറിച്ച്, സംസ്ഥാന റോഡുകളെ കുറിച്ച്, ദേശീയ പാതകളെ കുറിച്ച്, എക്സ്പ്രസ് ഹൈവേകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യക്കാണ്. അടുത്ത പോയിന്റ് കിടക്കുന്നത് കണ്ടോ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും 4ാമത്തെ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇവിടെ എന്താണ്, ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ആർക്കാണ്? ഇന്ത്യക്കാണ്. ശരിക്കും പഠിച്ചു വെച്ചോളാം. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ നോക്കുമ്പോൾ സുവർണ ചതുഷ്കോണം, പിന്നെ ഏതാ വരുന്നത്? വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. അപ്പൊ ഇവിടെ പറയുമ്പോൾ ഈ സുവർണ ചതുഷ്കോണത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളിലെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് ഇത്, ഈ സുവർണ ചതുഷ്കോണം. ഇനി ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഇത് ബന്ധിപ്പിക്കുന്നത്? ഒന്ന് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളുടെയും ഈ പാത കടന്നു പോകുന്നുണ്ട്. ഇനി ഈ പാത കടന്നു പോകുന്ന സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്ന മൊഡ്യൂൾ 8 നമുക്കത് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് മാത്രം, ഇവിടെ കൂടുതലായിട്ടൊന്നും എലാബറേറ്റ് ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതാ ശൃംഖലയാണ് ഇത്, ഈ സുവർണ ചതുഷ്കോണം. ഡൽഹി ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, മുംബൈ ഉണ്ട്, ചെന്നൈ. ഇതൊക്കെ പഴയ മറ്റുള്ള പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. എത്ര സംസ്ഥാനങ്ങളുടെയാണ്? 12 സംസ്ഥാനങ്ങളുടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇനി വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ഇപ്പോ ഇന്ത്യയുടെ ഈ ഒരു ഭാഗം ഇപ്പൊ വടക്ക് തെക്ക് ഏത് ഭാഗത്ത് വരും, അതേപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ഉണ്ടോ, ഇങ്ങനെ വടക്ക് തെക്ക്, ഇത് കിഴക്ക് പടിഞ്ഞാറ്, ഇങ്ങനെ ക്രോസ് പോലെ കാണുന്നില്ലേ? ഇവിടെ നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ആ ഭാഗം മുതൽ ഇവിടെ കന്യാകുമാരി വരെ, പിന്നെ ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗം മുതൽ ഇങ്ങനെ നമ്മുടെ 7 സിസ്റ്റേഴ്സ് സ്റ്റേറ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗം വരെയാണ്. അപ്പൊ ഇവിടെ വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായി ബന്ധിപ്പിക്കുന്നു. ഇനി എവിടെ? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? സിൽച്ചാറിനെ പോർബന്തറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള 7 സിസ്റ്റേഴ്സിന്റെ ഈ ഭാഗത്താണ് ഇത് സിൽച്ചാർ കേട്ടോ. അപ്പൊ സിൽച്ചാർ ഏത് സംസ്ഥാനത്താണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സിൽച്ചാർ ഏത് സംസ്ഥാനത്താണെന്നുള്ളത് നമ്മുടെ 7 സിസ്റ്റേഴ്സിന്റെ ഏത് സംസ്ഥാനത്താണെന്ന് കമന്റ് ചെയ്യാം. പോർബന്തർ നമുക്കറിയാം ഗുജറാത്തിലാണ്. അപ്പോൾ അത് പഠിച്ചു നോക്കുക. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എവിടെയാണ്? സിൽച്ചാറിനെയും പോർബന്തറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ആ ഒരു ചിത്രമൊക്കെ വെച്ചിട്ട് തന്നെ ഇത് മനസ്സിലാക്കുക. അപ്പൊ പ്രധാന പോയിന്റാണ്. വടക്ക് തെക്കുവിന് നമുക്കറിയാം ശ്രീനഗറും കന്യാകുമാരിയാണ്. പക്ഷെ ശരിക്കും പഠിച്ചു നോക്കുക കേട്ടോ. കാരണം തെക്ക് ഭാഗത്ത് കന്യാകുമാരി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വടക്ക് അതേപോലെ ശ്രീനഗർ, ജമ്മു ആയിട്ടൊക്കെ ചിലപ്പോൾ കാണിക്കും. ജമ്മു അതേപോലെ തന്നെ
കന്യാകുമാരി എന്നൊക്കെ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ ശ്രീനഗർ എന്ന് പറഞ്ഞാൽ പഠിക്കട്ടോ. ശ്രീനഗറിനെയും കന്യാകുമാരിയാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെയും പോർബന്തറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ റോഡ് ഗതാഗതത്തിന്റെ മേന്മകളൊക്കെ പറയുന്നുണ്ട്. താരതമ്യേന ചെലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇത് യോഗ്യമാവുന്നു, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇത് നമ്മുടെ റോഡ് ഗതാഗതം എന്ന് പറഞ്ഞ്. റെയിൽ ഗതാഗതം എന്തൊക്കെയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്, ഈ റെയിൽവേ. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. അപ്പൊ നോക്കുക, ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യമായിട്ട് ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. നിങ്ങൾ നോക്കുക, എത്ര പോയിന്റുകളാണ് നമുക്ക് ഈ ഒരു 5ാം ക്ലാസ്സിൽ തന്നെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ. 1825 ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണ്. 1825 ബ്രിട്ടനിലാണ്. അപ്പോ ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായിട്ട് കൽക്കരിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിന്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളൊക്കെ നിലവിൽ വന്നു. 1825 നോക്കുമ്പോൾ 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ടൺ ഡാർലിംഗ് എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ നോക്കുക, 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ടൺ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ. നോക്കുക, 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ടൺ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ, ഏതൊക്കെയാണ്? സ്റ്റോക്ടൺ ആണ്. സ്റ്റോക്ടൺ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റുണ്ടാവും, അവിടെ കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചിലപ്പോൾ പറയുമ്പോൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ശരിക്കും വായിച്ചു, കറക്റ്റ് തെറ്റില്ലാതെയാണ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കിട്ടും കേട്ടോ. നമ്മളത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, കോഴ്സ് ഗ്രൂപ്പിലായിരിക്കും ഇത് ഷെയർ ചെയ്യുക. അപ്പോ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ, പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ, ഇപ്പോഴത്തെ മുംബൈ, അതായത് മുംബൈ മുതൽ താനെ വരെയാണ്. 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത എവിടെയാണ്? ബോംബെ മുതൽ താനെ വരെയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. 1861 പഠിച്ചു വെക്കുക. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. അടുത്ത പോയിന്റ് കണ്ടോ? ഇപ്പൊ റെയിൽവേയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനം, റോഡ് ഗതാഗതത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണെന്നുള്ളത് ഇന്ത്യക്കുള്ളത്. ഏകദേശം എത്രയാണ് നമ്മുടെ റെയിൽവേ പാളം മൊത്തം ഉള്ളത്? 65,000 അല്ലെങ്കിൽ 92,000 കിലോമീറ്റർ എന്തുണ്ട് റെയിൽവേ പാത ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് തന്നെ ലോകത്തിൽ 4ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത 2 ജില്ലകളാണ് ഇത്. ഒന്ന് ഇടുക്കിയും വയനാടുമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മെട്രോ റെയിൽ വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. ഇപ്പൊ കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ജലഗതാഗതം. മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. മെസപ്പൊട്ടോമിയൻ ജനത കേട്ടോ. അപ്പോ തുഴകളായും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. ഈ സിന്ധു നദീതട സംസ്കാരമായ ഗുജറാത്തിലെ ലോത്തൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ, അതായത് ഡോക്യാർഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചോദ്യമായിരുന്നു. ഗുജറാത്തിലെ ലോത്തലിലാണ് എന്തുള്ളത്? കപ്പൽ നിർമ്മാണത്തിന്റെ കേന്ദ്രം കേട്ടോ. പഠിച്ചു നോക്കുക. ലോത്തൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇത് അക്കാലത്തെ ജലഗതാഗതം നിലനിന്നിരുന്നതിനുള്ള തെളിവുകളാണ്. അപ്പൊ ലോത്തലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ ചിത്രമാണുള്ളത്. അപ്പൊ ജലഗതാഗതത്തെ നമുക്ക് ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കാം. അങ്ങനെ റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായിട്ട് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഉൾനാടൻ
ജലഗതാഗത പാതകളെ കുറിച്ച് നോക്കുമ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ജലഗതാഗത പാതകൾ. ഇപ്പോൾ എന്താണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നത് വരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്ന യൂറോപ്യൻ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാല്, പാർവതി, പുത്തനാർ തുടങ്ങിയവയൊക്കെ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ്. കനോലി കനാൽ, അതുപോലെ പാർവതി, പുത്തനാർ തുടങ്ങിയപ്പോൾ ഈ പാർവതി പുത്തനാരൊക്കെ എവിടെയാണെന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. ഇനി കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കലക്ടറായി HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്ന് അറിയപ്പെട്ടു. അപ്പൊ അത് പഠിച്ചു നോക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലിയുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. 1845 ആ വർഷം പഠിച്ചു നോക്കുക, പ്രധാനപ്പെട്ടതാണ്. 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇനി പാർവതി പുത്തനാർ. ഇവിടെ പറയുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. ഓക്കെ, അപ്പോൾ പഠിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ്. ഇനി വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വസ് മോണ്ട് ഗോൾഫിയർ. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വസ് മോണ്ട് ഗോൾഫിയർ. അപ്പൊ ഇതിലൊരു കഥ പറയാനുണ്ടോ. അപ്പൊ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങുന്നതിനായിട്ട് തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്സിന്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നു വരുന്ന അദ്ദേഹത്തിൽ അതിശയം ഉളവാക്കി. ഈ കാഴ്ച ജോക്കസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. തന്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫറുമായി ചേർന്ന് ജാക്കസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ കഥയൊക്കെ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഈ കഥ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇത് 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഫ്ലൈറ്റ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതിന്റെ ആദ്യത്തെ കഥകളാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ആരാണ് തന്റെ സഹോദരനായിട്ട്, ആരാണ് ജാക്കസിനെ ഏറെ ചിന്തിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ ജാക്കസിന്റെ സഹോദരനെ ജോസഫ് മോണ്ട് ഗോൾഫെയറുമായി ചേർന്ന് ജാക്കസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായി നിറച്ച് ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് കുട്ട വച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയൊക്കെ അവര് യാത്രക്കാരായിട്ട് എന്ത് ചെയ്തു, അവര് പരീക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ കഥ നിങ്ങൾ നോക്കുക. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ തുടർന്ന് ജാക്സും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ 1/2 മണിക്കൂർ പകർന്നു. ഓക്കെ, അപ്പോ ഇത് പഠിച്ചു നോക്കുക, അതിലുള്ള വ്യക്തികളുടെ പേരുകളൊക്കെ. അപ്പൊ നമ്മൾ ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ 1783 ഉണ്ടായ ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രക്ക് തുടക്കം കുറിച്ചത്. ചൂടുവായി നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രക്ക് ആദ്യം ഉപയോഗിച്ചു. അപ്പൊ എന്നാണ് 1783 തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 1783 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആകാശയാത്രകളൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ അവർ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിച്ചിരുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ ഒരു നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയുന്ന തരത്തിലുള്ള വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാർ. അതുകൊണ്ട് റൈറ്റ് സഹോദരന്മാർ, നമ്മൾ റൈറ്റ് സഹോദരന്മാർ എന്നാണ് കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ ഫുൾ പേര് എന്നാണ് ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ആണ് കേട്ടോ. ഓർവിൽ ബിൽബർ. അപ്പൊ അതും പഠിച്ചു നോക്കണം. വിൽബർ റൈറ്റും. അപ്പോ ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. നിങ്ങൾ നോക്കുക, ഇതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പോയിന്റ് ആഡ് ചെയ്തതല്ല. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ഇതെല്ലാം. അപ്പൊ ഇവർ നിർമ്മിച്ച ആദ്യത്തെ വിമാനത്തിന്റെ പേരാണ് എന്ത്, ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നു കയറുന്നത്. എന്നാണ് 1903 ഡിസംബർ 17 അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ഈ ഫ്ലൈറ്റ് പറന്നു കയറുന്നത്. അപ്പൊ അതിന്റെ ചിത്രമൊക്കെ നോക്കുക. നമ്മുടെ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റ് ഒക്കെയാണത്. ഫ്ലയർ 1 വിമാനമൊക്കെ നോക്കുക കേട്ടോ.
ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിലേക്ക് വരുമ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള റെയ്നിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. എന്നാണ് 1911 അലഹാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള റെയ്നിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ 1912 ഇന്ത്യയിലേക്ക് തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. 1912 ഇന്ത്യയിലേക്ക് തിരിച്ചുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? കറാച്ചിയിലേക്കും. കറാച്ചിയിൽ നിന്ന് പിന്നെ എങ്ങോട്ടേക്കാണ്? നമ്മുടെ ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി. പഠിച്ചു വെക്കുക. ഓക്കെ, പറഞ്ഞ പോലെ ഇതൊന്നും പുറത്തുനിന്നുള്ള പോയിന്റ് അല്ല, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇതൊന്നും നമ്മുടെ സിലബസിന് പുറത്തല്ല. നിങ്ങൾ നോക്കുക കേട്ടോ, സിലബസിൽ ഒരു ടോപ്പിക് തന്നെ ഇവിടെ ഉണ്ട് കണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടോപ്പിക് തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിച്ചു വെക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ നോക്കിക്കൊള്ളുക, ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. ഇനി ആശയവിനിമയത്തിലേക്ക് വരുമ്പോൾ ആദിമ മനുഷ്യർ ശരീര മുഖചലനങ്ങളുടെയും ശബ്ദങ്ങളുടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായിട്ട് ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായിട്ട് ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പോയിന്റ് നോക്കട്ടെ, 30,000 വർഷങ്ങൾക്ക് മുമ്പേ പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണമാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യകൾക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയതെന്നാണ് നിഗമനം. സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഏത്? ഹൈറോഗ്ലിഫിക്സ്. ഓക്കെ അല്ലേ? ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അതൊന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പരീക്ഷ കാണുന്ന അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പം നിങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലങ്ങളൊക്കെയാണ് ശില, കൂർത്ത കല്ലാണ് ഉപയോഗിച്ചിരുന്ന ഉപകരണം. പിന്നെ ചെമ്പ് തകിടിൽ എഴുതി. ലോഹ എഴുത്താണിയായിരുന്നു. താളിയോല, എഴുത്താണി, നാരായമൊക്കെയാണെന്നുള്ളത് എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി നോക്കുക, അച്ചടി സാങ്കേതികത കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്പൊ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രമാണിത്. ഗുട്ടൻബർഗിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, സംക്ഷേപ വേദാർത്ഥം. എന്താ പ്രത്യേകത? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഇത്, സംക്ഷേപ വേദാർത്ഥം. പഠിച്ചു വെക്കുക. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി എന്താണ് ആശയവിനിമയങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ വ്യക്തിഗത ആശയവിനിമയമുണ്ട്, ബഹുജന ആശയവിനിമയമുണ്ട്. വ്യക്തിഗത ആശയവിനിമയ ഉപാധികളാണ് ഇത് നമ്മുടെ ഇൻലൻഡ്, ടെലഗ്രാഫ്, ടെലിഫോൺ ഒക്കെ. പിന്നെയുണ്ട് ഇവിടെ ഫാക്സ് മെയിൽ ഉപയോഗിക്കുന്നു, ഇന്റർനെറ്റ് സംവിധാനമാണ്, ഇമെയിൽ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി ബഹുജന ആശയവിനിമയമാണ് നമ്മുടെ വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ താഴെ പറയുന്നതിൽ ബഹുജന ആശയവിനിമയ ഉപാധികൾ ഏതെല്ലാം, അല്ലെങ്കിൽ ബഹുജന ആശയവിനിമയോപാധി അല്ലാത്തത് ഏത്? അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തരികയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഇന്റർനെറ്റ് ശരിക്കും ഇവിടെ വ്യക്തിഗത ആശയവിനിമയോപാധിയായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഈ ഇന്റർനെറ്റ് ഒക്കെ ബഹുജന ആശയവിനിമയോപാധിയിലും ചിലപ്പോൾ നമ്മൾ പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ മൊബൈൽ ഫോണ് ഒക്കെ നോക്കുക. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ബഹുജന ആശയവിനിമയോപാധികളാണ് ഈ കാണുന്ന വർത്തമാന പത്രം, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം. നമ്മുടെ കേരളത്തിന്റെ ഗതാഗത ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ 4 വിമാനത്താവളങ്ങളൊന്ന് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം, കൊച്ചിൻ അന്തർദേശീയ വിമാനത്താവളം, കോഴിക്കോട് അന്തർദേശീയ വിമാനത്താവളം, ഒന്ന് കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളം. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. തുറമുഖങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കൊച്ചി തുറമുഖം ഇവിടെ ഉണ്ട്, വിഴിഞ്ഞം തുറമുഖം. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ചൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ വിശദീകരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്.
ഇപ്പോൾ ഇവിടെ റെയിൽവേ ഉണ്ടോ, റെയിൽവേയുടെ ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ റെയിൽവേ ഏതിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത് കണ്ടോ. പിന്നെ MC റോഡ്, ഈ ഒരു രീതിയിലാണ് MC റോഡ് പോകുന്നത്. ഇനി ദേശീയപാതയാണ് ഈ കടന്നു പോകുന്നത്. ഓക്കെ, ദേശീയപാതകൾ. ജില്ലാ അതിർത്തി, ഇവിടെ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 14 ജില്ലകളും ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ മാപ്പൊക്കെ ശരിക്ക് പഠിക്കുക. ഇനി നമുക്ക് തുറമുഖങ്ങൾ നോക്കുമ്പോൾ ഒന്ന് കൊച്ചി തുറമുഖമുണ്ട്, വിഴിഞ്ഞം തുറമുഖമുണ്ട്. വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ്? കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളം, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഗതാഗതം ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും അല്ല അല്ലേ, നിങ്ങളത് ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിന്റ് എടുക്കാനുള്ള നോട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ രീതിയിലൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ഇവിടെ 8ാമത്തെ അധ്യായം നാടറിയാം. SS 5ാം ക്ലാസ്സിലെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ് നാടറിയാം എന്നുള്ളത്. നോക്കാം. ഇപ്പൊ പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടം പദോപാദനം പൂണ്ടും പള്ളി കൊണ്ടു നീൽ പാർശ്വമുഖത്തു കൊള്ളുന്നു. അതേപോലെ തന്നെ കുമാരിയും പിന്നെന്താണ് ഗോകർണേശനും അമ്മേ. അപ്പൊ ഞാൻ ഇപ്പോഴത് വായിക്കുന്നുണ്ട്, ശരിക്കും 2 പ്രാവശ്യമൊക്കെ വായിക്കണം. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ ഈ ഒരു ഇവിടെ പഠിക്കേണ്ടത് ഈ ഒരു മാതൃവന്ദനം എന്നുള്ളത് എഴുതിയതാരാണ്? വള്ളത്തോൾ നാരായണൻ കേട്ടോ. മാതൃവന്ദനം അവിടെയാണ് നമുക്കുള്ള പോയിന്റ്. അപ്പൊ അത് പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ കവിതയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പഠിക്കേണ്ട പോയിന്റിലേക്ക് വരാം. കാരണം നമ്മൾ HSM മലയാളം അല്ലല്ലോ എഴുതാൻ പോകുന്നത്, സോഷ്യൽ സയൻസ് അല്ലേ. അപ്പോ കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകള്, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകള്, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ, ഒഴുകി നീങ്ങുന്ന കായലുകൾ പടിഞ്ഞാറ്. അത് പറയാണ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. അതേപോലെ നീണ്ടു വരന്ന് കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? കേരളത്തിന്റെ ഭൂപ്രകൃതി. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തീരപ്രദേശം, ഇടനാട്, മലനാട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ തന്നെ പോയിന്റ് ഉണ്ട്. തീരപ്രദേശം 7.5 മീറ്റർ വരെയാണ് ഇത് തീരപ്രദേശം. ഇടനാട് 7.5 മീറ്ററിനും 7.5 മീറ്റർ ഇടയിലാണ്. ശരിക്കും ഇവിടെ ഈ കളർ മാറിപ്പോയി കേട്ടോ. ഈ ഒരു കളറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ പച്ച ഇവിടെയാണ് വരേണ്ടത്. മലനാട് എന്ന് പറഞ്ഞിട്ട് മലനാട് 75 മീറ്ററിന് മുകളിലാണ് കണ്ടോ. ഇവിടെ ഈ രീതിയിൽ ഇതാണ് ഇത് 7.5 മീറ്റർ താഴെയുള്ള തീരപ്രദേശം. ഇനി അടുത്തതാണ് ഇടനാട് വരുന്നത്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ട്. ഇനി 75 മീറ്ററിന് ഉയരത്തിലുള്ളതാണ് ഇത് മലനാട്. ഓക്കെ, അപ്പൊ കേരളത്തിലെ 3 പ്രകൃതി വിഭാഗങ്ങളാണ്. ഒന്ന് തീരപ്രദേശം, ഇടനാട്, മലനാട് കണ്ടോ. തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെ, മലനാട് 7.5 പിന്നെ 75 മീറ്ററിനും ഇടയിലാണ്. 75 മീറ്ററിന് മുകളിലാണ് ഇത് മലനാട് വരുന്നത്. ഇപ്പൊ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂവിഭാഗമാണ് തീരപ്രദേശം. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾ അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ് അല്ലെ. മാപ്പ് നോക്കുമ്പോൾ തന്നെ അറിയാം, കാരണം ഇപ്പുറത്ത് പിന്നെ തമിഴ്നാടല്ല വരുന്നത്. ഇനി മലനാട്ടിലേക്ക് പോകുമ്പോ അപ്പോൾ മലനാടിൽ നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിന്റെ ഭൂപടങ്ങളിൽ മലനാടിന്റെ സ്ഥാനം കണ്ടെത്താൻ പറയുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് ചില പോയിന്റ് ഒക്കെ അങ്ങനെ വരും കേട്ടോ. കണ്ടെത്തു നിങ്ങൾ വായിച്ചില്ലേ എന്നുള്ളതൊക്കെ അതിൽ കയറി വരും, ഒന്നും കാര്യമാക്കണ്ട. അപ്പൊ അത് നോക്കണം കണ്ടോ. കേരളത്തിന്റെ ഭൂപടത്തിൽ മലനാടിന്റെ സ്ഥാനം കണ്ടെത്താൻ അവിടെ മാപ്പിലുണ്ടല്ലോ. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നത് ഭൂവിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതഭാവമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇനി ഇടനാട്ടിലേക്ക് വരുമ്പോൾ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദികളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. ഇനി തീരപ്രദേശം നോക്കുമ്പോൾ ലക്ഷദ്വീപിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. നമുക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഓരോ ജില്ലകള് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ വരുന്നു, എറണാകുളം, പിന്നെ വിവാദ ഇടുക്കി വരുന്നു, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ഉണ്ടോ. ഇവിടെ 4 ജില്ലകൾ കോട്ടയത്തിന് ചുറ്റും വരുന്നുണ്ട്. എറണാകുളം ഉണ്ട്, ഇടുക്കി ഉണ്ട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം.
ഇതൊക്കെ ഒരു ചോദ്യമായിരുന്നു കേട്ടോ. പിന്നെ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ, 3 ഭൂപ്രകൃതി വിഭാഗം ഉൾപ്പെടുന്ന ജില്ലകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് പോയിന്റ് ആഡ് ചെയ്താണ്, നിങ്ങൾ പഠിച്ചു നോക്കണം. തിരുവനന്തപുരം തീരപ്രദേശം, ഇടനാട്, മലനാടൊക്കെ ഉണ്ട്. അഗസ്ത്യകൂടം ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങൾ അവിടെ വരുന്നതുകൊണ്ടാണ് മലനാട് തിരുവനന്തപുരത്ത് വരുന്നത്. കൊല്ലത്ത് തീരപ്രദേശമുണ്ട്, ഇടനാടുണ്ട്, മലനാടും എവിടെ വരുന്നുണ്ട്, കൊല്ലത്ത് വരുന്നുണ്ട്. ചില കിഴക്കൻ ഭാഗം കേട്ടോ ഈ മലനാട്. ആലപ്പുഴ പ്രധാനമായും തീരപ്രദേശത്തിന്റെ ഇടനാടിന്റെ ചെറിയ ഭാഗം മാത്രമേ. പത്തനംതിട്ട ഇടനാട്, അതുപോലെ മലനാട്, ശബരിമല ഉൾപ്പെടെയുള്ള കിഴക്കൻ മലയോര മേഖല വരുന്നതുകൊണ്ടാണ്. കോട്ടയം ഇടനാട്, പിന്നെ മലനാട്, ചില കിഴക്കൻ ഭാഗങ്ങൾ വരുന്നു. ഇടുക്കി പ്രധാനമായും മലനാടാണ്. പശ്ചിമഘട്ടത്തിന്റെ വലിയൊരു ഭാഗം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇവിടെയാണ്. ഇടനാടിന്റെ ചെറിയ ഭാഗങ്ങൾ ഇടുക്കിയിൽ വരുന്നു. എറണാകുളം തീരപ്രദേശം, ഇടനാട്, മലനാടൊക്കെ ഉണ്ട്. കിഴക്കൻ ഭാഗത്താണ് മലനാട് വരുന്നത്. തൃശ്ശൂർ തീരപ്രദേശം, ഇടനാട്, മലനാട് ഒക്കെ കിഴക്കൻ ഭാഗമായിരിക്കും ഉണ്ടാവും കേട്ടോ. പാലക്കാട് ഇടനാടും മലനാടും ആണുള്ളത്, തീരപ്രദേശം വരുന്നില്ല. പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങൾ, സൈലന്റ് വാലി ഉൾപ്പെടെ തീരപ്രദേശം ഇല്ല എന്ന് പറഞ്ഞു. ഇനി മലപ്പുറം തീരപ്രദേശമുണ്ട്, ഇടനാടുണ്ട്, മലനാടുണ്ട്, കിഴക്കൻ ഭാഗങ്ങൾ. കോഴിക്കോട് തീരപ്രദേശവും ഇടനാടും മലനാടും ഉണ്ട്. വയനാട് പ്രധാനമായും മലനാടാണ്, പശ്ചിമഘട്ടത്തിന്റെ ഭാഗം. ഇടനാടിന്റെ ചെറിയ ഭാഗങ്ങളുണ്ട്, തീരപ്രദേശം ഇല്ല. കണ്ണൂർ തീരപ്രദേശം, ഇടനാട്, മലനാടുണ്ട്, കിഴക്കൻ ഭാഗമാണ്. കാസർഗോഡ് തീരപ്രദേശം, ഇടനാടും മലനാട് കിഴക്കൻ ഭാഗങ്ങളിലാണുള്ളത്. തീരപ്രദേശമുള്ള ജില്ലകളാണ് ഇത്: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത പോയിന്റ് ആണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കുട്ടികൾക്കുള്ള വർക്ക് ഉണ്ട്, കണ്ടെത്താൻ പറഞ്ഞില്ല. അപ്പൊ അതും നമ്മൾ പഠിച്ചു വെക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു പോയിന്റുകൾ മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിലെ ചില വർക്കുകൾ എന്തുണ്ട്, ചോദ്യമായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പാലക്കാട്, ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കോട്ടയം. ഏതൊക്കെയാണ്? പാലക്കാട്, ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കോട്ടയം. ഓക്കെ, അപ്പോൾ ഇടുക്കിയും വയനാട് നമുക്ക് എല്ലാവർക്കും അറിയാം. പാലക്കാടും ഇല്ല എന്നുള്ളത്. അതുപോലെ പത്തനംതിട്ടയും കോട്ടയം എന്തില്ല? കടൽ തീരമില്ല എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി കേരളത്തിന്റെ കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായിട്ടും 2 മഴക്കാലമാണ്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ വർഷകാലം തന്നെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. വടക്ക് കിഴങ്ങൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം. അത് പഠിച്ചു നോക്കണേ, മാറും അങ്ങോട്ട്. ചിലപ്പോൾ തുലാവർഷം എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. വടക്ക് കിഴക്കൻ മൺസൂൺ, തെക്ക് കിഴക്കൻ മൺസൂൺ, ജോഗ്രഫിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ തുലാവർഷം തന്നെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇത് കാലവർഷം. അപ്പൊ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് അല്ലെ. അപ്പൊ അത് പഠിച്ചു വെക്കണം, അതൊരു പോയിന്റ് ആണ്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് ചൂട് വളരെ കൂടുതലായി അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിന്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. ഇനി മൺസൂണിലേക്ക് വരുമ്പോൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് ഇത് മൺസൂൺ കാറ്റുകൾ. ഇപ്പൊ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. എപ്പോഴാണ്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് തുടങ്ങിയിട്ട് പിന്നെ ഇന്ത്യൻ സമുദ്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങൾ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീതിയിൽ വടക്ക് കിഴക്കുന്ന് വീശുന്നു, തുലാവർഷമായിട്ട് വരുന്നു അല്ലെ. അപ്പോൾ ഈ കാറ്റുകളാണ്, കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തുലാവർഷമാണ് ഇത് വടക്ക് കിഴക്കൻ, പിന്നെ കാലവർഷമാണ് തെക്ക് പടിഞ്ഞാറ്. അപ്പൊ അത് പഠിച്ചു വെക്കണം. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്ന് അറിയപ്പെടുന്നു. ഇനി കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു പാട്ടൊക്കെ കൂടെ പറയുന്നുണ്ട്, അട്ടപ്പാടിലെ ഇരുളന്മാരുടെ പാട്ടൊക്കെ. അപ്പൊ ഈ പാട്ടൊരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, മണ്ണിനമ്പിലേലോ ലേലയോ മരമിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ പാട്ടൊക്കെ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് ഇത് മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഇത് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന,
കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാണ്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നതിനെ എങ്ങനെയാന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ആ പോയിന്റ് ഒക്കെ പഠിച്ചു വെക്കണേ. ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിലാണ് എന്ത് പറയുന്നത്, മണ്ണുണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണുകളാണ് ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ, ചെമ്മണ്ണ്, റെഡ് സോയിൽ, എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ, വനമണ്ണ്, ഫോറസ്റ്റ് സോയിൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ ഇനി മണ്ണ് സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ പറയുന്നു. ഒന്ന്, കണ്ടൽക്കാടുകൾ. അപ്പൊ നമ്മൾ അന്താരാഷ്ട്ര കണ്ടൽ സംരക്ഷണ ദിനമാണിത്. ജൂലൈ 26-നാണ്, പഠിച്ചു വെക്കണം. യുനെസ്കോ 2015-ലാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. കണ്ടൽക്കാടുകൾ കേട്ടോ, മണ്ണ് സംരക്ഷിക്കണം. പിന്നെ ഒന്ന്, കയർ ഭൂവസ്ത്രം, കല്ലുകയ്യാല, തട്ടുകൃഷിയൊക്കെ മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. 2014 ഡിസംബർ 5 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക മണ്ണ് ദിനം ഔദ്യോഗികമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് ആണ്. എന്നാൽ 2014 ഡിസംബർ 5 മുതലാണ്, 2015 അല്ല, തെറ്റാൻ സാധ്യതയുണ്ട്. 2014 ഡിസംബർ 5 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക മണ്ണ് ദിനം ഔദ്യോഗികമായിട്ട് ആചരിച്ച് തുടങ്ങിയത്. ഈ 2025 ലോക മണ്ണ് ദിനത്തിന്റെ വേൾഡ് സോയിൽ ഡേ പ്രമേയം, തീമാണ് മണ്ണിനെ പരിപാലിക്കാം, അളക്കുക, നിരീക്ഷിക്കുക, കൈകാര്യം ചെയ്യുക. കെയറിംഗ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ ആൻഡ് മാനേജ് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പഠിച്ചു വെക്കണം ഇതൊക്കെ. ഇനി കേരളത്തിന്റെ ജലസ്രോതസ്സുകളെ കുറിച്ച് നോക്കുമ്പോൾ, കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടിയ ചെരിവായ നിലനിൽക്കുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളിൽ ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളാണേത്? കബനി, ഭവാനി, പമ്പാർ. കബനി, ഭവാനി, പമ്പാർ പഠിച്ചു വെക്കണം. മറ്റേത് 41 ഈ 3 എന്തായാലും പഠിച്ചു വെക്കുക. താഴെ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം, അല്ലെങ്കിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഒന്നും തരും. അപ്പൊ കബനി, ഭവാനി, പമ്പാർ കിഴക്കോട്ടൊഴുകുന്നവയാണ്, ബാക്കിയൊക്കെ പടിഞ്ഞാറോട്ടാണ്. ഇനി ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താം. എല്ലാ വർഷവും മാർച്ച് 22-നാണ് ലോക ജലദിനം ആചരിക്കുന്നത്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് ഹിമാനികളുടെ സംരക്ഷണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത പോയിന്റുകളാണ്, കാരണം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറയുമ്പോൾ ലോക ജലദിനം മാർച്ച് 22-നാണ്. അപ്പോൾ ലോക ജലദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലക്കാർഡുകളൊക്കെ നിർമ്മിക്കാൻ കുട്ടികളോട് പറയും. കുട്ടികൾക്കുള്ള വർക്കാണ്. നമ്മളത് മനസ്സിലാക്കേണ്ട എന്താണ്, ഇനി അവിടെ നിന്നുള്ള ചോദ്യം ചിലപ്പോൾ ഇതാവാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു സന്ദേശമാണല്ലോ ജലദിനത്തിന്റെ സന്ദേശം. അങ്ങനെ ലോക ജലദിനത്തിന്റെ സന്ദേശമാണെന്ത്? ഹിമാനികളുടെ സംരക്ഷണം, ഗ്ലേഷ്യർ പ്രിസർവേഷൻ. ഇനി 2024 ഇനിയിപ്പോ 2024 ചോദിക്കുകയാണെങ്കിൽ അതും പഠിച്ചു വെക്കണത്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് സമാധാനത്തിനായി ജലത്തെ പ്രയോജനപ്പെടുത്തുക. ലിവറേജിങ് വാട്ടർ ഫോർ പീസ് എന്നാണ് 2024 ലോക ജലത്തിന്റെ സന്ദേശം. എന്താണ്? സമാധാനത്തിനായി ജലത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ആ പദ്ധതികൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ഒരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. നിർവ്വഹണം ആരാണ്? ഹരിത കേരള മിഷനാണ് ഇതിന് നിർവ്വഹണം. എന്നാൽ നിലവിൽ വന്നത് 2019 ഡിസംബർ 30-നാണ് നിലവിൽ വന്നത്. ഇനി മാലിന്യമുക്ത കേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നിർവ്വഹണം. 2023 മെയ് 20-നാണിത് നിലവിൽ വന്നത്. തെളിനീരൊഴുകും നവകേരളം, നോക്കിക്കോളാ, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. 2002 ജൂൺ 7. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2002 ജൂൺ 7-നാണ് തെളിനീരൊഴുകും നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഇനി ജൽ ജീവൻ മിഷൻ, അടുത്തത് കേന്ദ്ര സർക്കാരാണ്. എന്നാണ്?
2019 ഓഗസ്റ്റ് 15-നാണ്. അപ്പൊ ഇതും പഠിച്ചു നോക്കുക. 2019 ഓഗസ്റ്റ് 15-നാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഈ പദ്ധതികളാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അതിന്റെ നിർവ്വഹണം നിലവിൽ വന്നത് കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ അത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിൾ ആണ്, പഠിച്ചു വെക്കുക. ഇനി കേരളത്തിന്റെ വിളവൈവിധ്യം. ഇപ്പൊ ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങൾ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിൽ നെൽകൃഷി വ്യാപകമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഇനി ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൽ റബ്ബർ കൃഷി ചെയ്യുന്ന മുന്നിട്ട് നിൽക്കുന്ന ജില്ലയാണ് ഇത്, കോട്ടയമാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, തേങ്ങയുടെ എണ്ണയുടെ ഒക്കെ വില ഏറ്റവും ഹൈയിലാണ് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായ അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായിട്ടാണ് ബന്ധമുള്ളത്. ഇനി നോക്കുക, മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങൾ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകൾ നടക്കുന്ന കാളകൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി കേരളത്തിലെ തൊഴിൽ വൈവിധ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ ഓരോ പ്രദേശത്തും ഭൂപ്രകൃതിയും കാലാവസ്ഥയ്ക്കും അനുഗുണമായിട്ടുള്ള അവിടുത്തെ തൊഴിൽ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കായലോരങ്ങളിലെ ഞണ്ട് തല്ലലും അതുപോലെ തൊണ്ട് തല്ലലും കയറ് വിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തിയിരിക്കുന്നതിനൊക്കെ അത് ഉദാഹരണമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. മലനാട്, ഇടനാട്, തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. ഇനി കേരളം പ്രകൃതി ദുരന്തവും നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനതയും സുഖമാക്കും നമ്മൾ കണ്ടു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണിത് കേരളത്തിനുള്ളത്. ഇപ്പോ മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രതിഭാസങ്ങളാണ് ഇത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരുടെ മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഇപ്പോൾ 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതിക്ക് കാരണമായി. അതിനുശേഷം നമുക്ക് വലിയ ദുരന്തങ്ങളാണ് 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറ. ഞാൻ സൂചിപ്പിച്ചിരുന്നു, കവളപ്പാറയൊക്കെ എൻ്റെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത്, ഇവിടുന്ന് ഒരു ഏകദേശം 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്ഥലമാണ് ഇത്, ഈ കവളപ്പാറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2020 പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലും എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്നുള്ള വയനാട്ടിലുണ്ടായ പ്രളയമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ അടുത്ത് എവിടെയാണ് ഡെറാഡൂണിലുണ്ടായ വെള്ളപ്പൊക്കം നമ്മൾ കണ്ടല്ലോ, മേഘവിസ്ഫോടനം അതുമായി ബന്ധപ്പെട്ടുള്ള. ഇപ്പൊ അതാണ് ഇവിടെ ഇന്ത്യയിലെ ഡെറാഡൂണിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ദുരന്ത നിവാരണ ലഘൂകരണ സംവിധാനങ്ങളാണ് ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ്. ഒന്ന് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ തന്നെ ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് 9ാമത്തെ ഒരു അധ്യായമാണിത്, തുല്യതയിലേക്ക് എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചു നോക്കാനുള്ളത്? നമ്മുടെ ഗ്രേഡ് 5 SS2 9ാമത്തെ അധ്യായമാണ്. വരുമാനത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഇവിടെ ഉയർന്ന വരുമാനമുള്ളത്, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നു. ഇപ്പൊ സാമ്പത്തിക അസമത്വങ്ങളെ കുറിച്ച് പറയുന്നു. സാമ്പത്തിക അസമത്വം എന്നതൊരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിലെ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും
അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യമായ അസമത്വങ്ങളിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെ അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളുടെ സംരംഭങ്ങളുടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അതൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ സിലബസിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മൊഡ്യൂൾ 4 പറയുന്നതാണ് ഏത് കണ്ടോ, ഇനീക്വാളിറ്റി കൂടെ വരുന്നുണ്ട്. ഇനീക്വാളിറ്റി, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മേൽമുണ്ട് സമരം നോക്കുക. വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിലെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് ഏത്, മേൽമുണ്ട് സമരം. അപ്പൊ ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടവസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. ഈ മിശ്രഭോജനമൊക്കെ നോക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റിൽ അതുപോലെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മിശ്രഭോജനം ഇപ്പോ ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുകയുണ്ടായിരുന്നു. അയ്യാ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം എന്നാണ്. 1917 മെയ് 29 കേട്ടോ, പഠിച്ചു നോക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ ഓപ്ഷനിലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കൺഫ്യൂഷൻ വരും. 1917 മെയ് 29 ചെറായിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. ഓക്കെ, ആരാണത് സംഘടിപ്പിച്ചത്? കെ അയ്യപ്പനാണ് കേട്ടോ. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയൊക്കെ നേരിടുന്നു. വിവേചനത്തിനെതിരായ സമരത്തിന്റെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്, മിശ്രഭോജനം. ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഇപ്പൊ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗ വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ട് മേൽജാതിക്കാർ എന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കിഴിജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്നു പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരുട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികൃതർ നിർബന്ധരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. നിങ്ങൾ നോക്കുക നടന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ കത്തിക്കരിഞ്ഞ ബെഞ്ചിന്റെയും മറ്റു ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, പഠിച്ചു വെക്കണം. ഇനി സാമൂഹിക അസമത്വത്തിലേക്ക് വരുമ്പോൾ, സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനുള്ള അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളുടെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. അപ്പൊ സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യനീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. ഇനി നോക്കാം. ഇപ്പൊ സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങളാണ്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ അസമത്വങ്ങളും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ കാണാം. അതൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതോളൂ. ഇനി സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകളാണ്. അതിനുള്ള പദ്ധതികളിലൊന്നാണെന്ന് ക്ഷേമ പെൻഷനുകളാണ്. ഓക്കെ, അതൊന്ന് നോക്കുക. ഇതിൽ പ്രധാനമായിട്ട് നോക്കണം മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, നിരവധി 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷൻ പ്രധാന ഗുണഭോക്താക്കൾ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇപ്പൊ കൂടുതലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വായിക്കാൻ നമ്മൾ കോഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോ സ്കോളർഷിപ്പുകളെ കുറിച്ച് പറയുന്നു, സബ്സിഡിയെ കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നോക്കാം എന്താണ്. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് അതിന്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. ഇതിന്റെ നിയമം ആക്ട്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ആണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 ആരംഭിച്ച വർഷം എന്നാണ് 2006 ഫെബ്രുവരി 2. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ 200 പിന്നോക്ക ജില്ലകളാണ് പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ പേരുമാറ്റം നടക്കുകയാണ്. 2009 ഒക്ടോബർ 2 പദ്ധതിക്ക് മഹാത്മാഗാന്ധി എന്ന് പേര് കൂടി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ നിലവിലെ ദിവസക്കൂലി ഇപ്പൊ എത്രയാണ്? 369 രൂപയുടെ. അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ പോയിന്റുകളൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം.
2025 2026 സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ വേതന നിരക്ക് അനുസരിച്ച് ഹരിയാനയിലെ ദിവസക്കൂലി 400 രൂപയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ കൊടുക്കുന്ന എവിടെയാണ്? ഹരിയാനയിലാണ് കേട്ടോ. 400 രൂപയാണ് ഹരിയാനയിലെ ഒരു ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത്. കേരളത്തിൽ അത് എത്രയാണ്? 369 രൂപയാണ് കേരളത്തിൽ കൊടുക്കുന്നത്. ഈ മഹാത്മാഗാന്ധി എന്നുകൂടി ഇതിൽ കൂട്ടിച്ചേർത്തത് 2009 ഒക്ടോബർ 2-നാണ്. ഇനി ലൈഫ് മിഷൻ. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവന രഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫിന്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരള സർക്കാർ കേട്ടോ. ലൈഫിന്റെ ഫുൾ ഫോം എന്താണ്? ലിവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫൈനാൻഷ്യൽ എംപവർമെന്റ് മിഷൻ. 2017 ആരംഭിച്ചത്. പഠിച്ചു നോക്കുക. ഇനി തീരമൈത്രി. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായിട്ട് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. ഇനി കൈവല്യം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യം. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേരൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി വിദ്യാവാഹിനി. ഗോത്ര സമൂഹങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഇത് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഒക്കെ പഠിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ്. ഇനി ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ജനനി ജന്മരക്ഷ. വിദ്യാവാഹിനിയൊക്കെ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാനുള്ള വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. ഈ പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് പ്രതിഭാതീരം. അപ്പൊ പ്രതിഭാതീരം തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് ഉണ്ടാവും. ഇനി ഗോത്രബന്ധു. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അധ്യായത്തിൽ. ഇനി നോക്കുക, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 10ാമത്തെ അധ്യായം. അപ്പോൾ ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിലും പഠിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ അതിലെ പോയിന്റുകളൊന്നും ഒഴിവാക്കാതെ ഈ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്ന സൂര്യൻ ഒരു നക്ഷത്രമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത് തന്നെയാണ്? സൂര്യനാണ്. ഭൂമിയേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. കാരണം ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് കണ്ടോ, സോളാർ സിസ്റ്റം. കണ്ടോ, ഇവിടെ മൊഡ്യൂൾ 7 ഫസ്റ്റ് ടോപ്പിക്കാണ് സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്. കണ്ടോ, എല്ലാത്തിനും ബേസ് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് 10-11 ചാപ്റ്ററിന് നോക്കുമ്പോൾ നമ്മളെ ഏകദേശം നമ്മളെല്ലാ മൊഡ്യൂളും അതിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ നോക്കുക, ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഇത് ഗാലക്സികൾ. അത് നോക്കുക, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഇത് ഗാലക്സികൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോ നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായിട്ട് ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി ഇവരൊറ്റ ചിത്രം തന്നെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഇപ്പൊ സൂര്യന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇതാണ് ബുധൻ അല്ലെ. പിന്നെ ശുക്രൻ വരുന്നു, ഭൂമി വരുന്നു, ചന്ദ്രൻ. അപ്പോ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹം. ഇപ്പോ ഭൂമി കഴിഞ്ഞാൽ ചൊവ്വ. പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ ചൊവ്വ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അസ്ട്രോയിഡ് ബെൽറ്റ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, ക്ഷുദ്രഗ്രഹങ്ങൾ. അപ്പോൾ ക്ഷുദ്രഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ക്ഷുദ്രഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. വ്യാഴം കഴിഞ്ഞാൽ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പിന്നെ കുള്ളൻ ഗ്രഹങ്ങൾ. അപ്പൊ അതിന്റെ ഓർഡർ പഠിക്കാനൊക്കെ ഒരു കോഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. ഇപ്പോൾ ബുഷു, ഇപ്പൊ ബുഷു എന്ന് പറഞ്ഞാൽ ബുഷ്. ഇപ്പൊ ബുഷു ഭൂമിയിൽ നിന്ന് എല്ലാ ചൊവ്വാഴ്ച, ഇപ്പോൾ ഓരോ ഇട ദിവസം പറയാം. ചൊവ്വ കഴിഞ്ഞിട്ട് പിന്നെ ബുധനില്ല, വ്യാഴം കഴിഞ്ഞിട്ട് വെള്ളിയില്ല, ശനി. അപ്പോൾ ബുഷു ഭൂമിയിൽ നിന്ന് എല്ലാ ചൊവ്വയും വ്യാഴവും ശനിയാഴ്ച യുനെസ്കോ പോവും. യുറാനസിന്റെ നെപ്റ്റ്യൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഓർഡർ സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. അങ്ങനെയാണ് ബുഷു ഭൂമിയിൽ നിന്ന്
എല്ലാ ചൊവ്വയും വ്യാഴവും ശനിയാഴ്ചയും യുനെസ്കോയിൽ പോകും. പഠിച്ചു നോക്കുക. അപ്പൊ നമുക്ക് സൂര്യനടുത്ത് ബുധൻ, രണ്ടാമത് ശുക്രൻ, പിന്നെ ഭൂമി, നാലാമത് ചൊവ്വ, പിന്നെ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. ഇനി ഭൂമി ഒരു ഗ്രഹമാണ്. എന്താണ് ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഇത് ഗ്രഹങ്ങൾ. ഇപ്പൊ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിപ്പിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾ ചൂടും പ്രകാശവും ലഭിക്കുന്നത്. ഈ ഒരു ടേബിൾ ഉണ്ടോ ടെക്സ്റ്റ് ബുക്കിലെ? ഇവിടുന്ന് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. നോക്കിക്കോളൂ. ബുധൻ. എന്താ ബുധന്റെ പ്രത്യേകത? സൂര്യനുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ടൊക്കെ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലുണ്ട്, ഇതിന്റെ ക്ലാസ്സുകളൊക്കെ. ശുക്രൻ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ചുവന്ന ഗ്രഹമാണ് ചൊവ്വ. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ശനിക്ക്. ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. പഠിച്ചു നോക്കുക. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമ്മൾ സിമ്പിളാന്ന് വിചാരിച്ച് ഒഴിവായിക്കളും. പക്ഷെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരികയാണ്, ഏറ്റവും തണുത്ത ഗ്രഹം. അപ്പൊ നെപ്റ്റ്യൂൺ ആണോ യുറാനസ് ആണോ? കൺഫ്യൂഷൻ ആയില്ലേ? അപ്പൊ നമുക്കറിയാം നെപ്റ്റ്യൂൺ ഏറ്റവും ദൂരെയുള്ളത്. അപ്പൊ ചിലപ്പോൾ നെപ്റ്റ്യൂൺ ആയിരിക്കും. അല്ല, ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ്? തണുപ്പുള്ള ഗ്രഹം ഏതാണ്? നമ്മുടെ യുറാനസ് ആണ്. ഏറ്റവും അകലെയാണ് ആര്? നെപ്റ്റ്യൂൺ. മാറരുത്. ഓക്കെ. ഏറ്റവും വലുത് വ്യാഴം, രണ്ടാമത് ശനിയാണ്. അങ്ങനെ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. അങ്ങനെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്കി വേ. ഇതിൽ കോടാനക്കോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് ഇത് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി വാൽ നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് ഇത് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടൊക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ഇത് 2014 കുറിച്ച് ചോദ്യമായിരുന്നു, 16. ഇനി സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുമുള്ള വസ്തുക്കളാണ് ഇത് കുള്ളൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി ഉൽക്കകളിലേക്ക് വരുമ്പോൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷണങ്ങളാണ് ഇത് ഉൽക്കകൾ. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ ചന്ദ്രൻ. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ഇത് ചന്ദ്രൻ. ഓക്കെ, നമ്മുടെ സൗരയൂഥത്തിൽ ഒരു ചന്ദ്രൻ മാത്രമല്ല അല്ലെ, ഓരോ ഗ്രഹങ്ങൾക്കും അതിന്റെ ചന്ദ്രനുണ്ട്. അതൊക്കെ നമ്മൾ അവിടെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് നക്ഷത്രമാസം. ഓക്കെ, ഇനി നോക്കുക. സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളുടെ സഞ്ചാരപഥയാണ് ഇത് അവയുടെ ഭ്രമണപഥം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഇനി നമ്മുടെ ഭൂമി. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെ കുറിച്ച് പറഞ്ഞത്, ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്ക് ചോദ്യം ഇവിടുന്നൊക്കെ പ്രതീക്ഷിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇതിനൊക്കെ ഒരൊറ്റ സഞ്ചാരത്തോടു കൂടി ഒരുപാട് എന്തുണ്ട്, പുതിയ കണ്ടെത്തലുകളും അവിടെയുള്ള ഒരുപാട് റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്കൂറാണ് അവിടെ സുനിത വില്യംസ് അതിനെ നടന്നത്, എത്ര ദിവസമാണ് അവിടെ ചെലവഴിച്ചത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്തുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിനാണ് അവർ ബഹിരാകാശത്ത് പോയത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വിശദീകരിച്ച് പഠിക്കാനുണ്ട് കറണ്ട് അഫേഴ്സിന്റെ ഭാഗമായിക്കൊണ്ട്. ബഹിരാകാശം ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ഇത്. ബഹിരാകാശം വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷങ്ങൾക്കായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതുമായ വീർത്തതുമായ ഗോളാകൃതിയാണ്. ഇതിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിന്
ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഇനി ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് ചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചവരാണ്. ആരൊക്കെയാണ്? ഗ്രീക്ക് ചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിലൊക്കെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ബഹിരാകാശത്ത് നിന്ന് എടുക്കുന്ന ഭൂമിയുടെ ചിത്രങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശം നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമായ ഒരു സവിശേഷത നമുക്ക് കാണുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് ഇത് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിനാൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇനി ഭൂമിയുടെ ചലനങ്ങളിലേക്ക് വരുമ്പോൾ ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതി മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് പഠിച്ചതാണ്. സൂര്യൻ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയാവുന്നു. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി വരുന്ന അനുഭവപ്പെടുന്ന ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത്. കണ്ടോ, ഭൂമിയുടെ അച്ചുതണ്ട്. അങ്ങനെ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ നോക്കിക്കോളൂ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. ഇപ്പോ ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതാണ് പരിക്രമണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ 365 ദിവസം വേണം. ഇതിനൊരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായി വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നു. കേരളത്തിൽ വിവിധ കാലങ്ങളിൽ വേനൽക്കാലം, മഴക്കാലം അനുഭവപ്പെടുന്നെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിന്റെ ഏറ്റക്കുറിച്ചിലുമാണ് ഇത്തരത്തിലുള്ള ഋതുക്കൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയും പ്രകൃതിയിൽ മാറ്റം ഉണ്ടാകുന്നു. ഇനി നമുക്ക് ദിനാന്തരീക്ഷ സ്ഥിതി, വെതർ. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ഇനി ക്ലൈമറ്റ്, കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി ആണ് കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്. പാതിരാ സൂര്യന്റെ നാടിനെ കുറിച്ച് പറയുന്ന SK പൊറ്റക്കാടിന്റെ കൃതിയാണത്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇവിടെയുള്ള ഇഗ്ലു, ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇഗ്ലു അഥവാ എക്സിമോക്കൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു. ഇനി മരുഭൂമികളെ കുറിച്ച് പറയുന്നു. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് മരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടെ പ്രത്യേകതകളാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായി ഈ പ്രദേശങ്ങൾ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങൾ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങളും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്ന മരുഭൂമികളുടെ സാധാരണ കാഴ്ചയാണ്. ഇനി കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പറഞ്ഞു. കെനിയയിൽ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുണ്ടായി. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ അനുഭവം പറയുന്നു. ആരാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. ഇങ്ങനെ പറഞ്ഞത് 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്കോ കാലാവസ്ഥ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്തി ലോക നേതാക്കളോട് നടത്തിയ ഒരു അഭ്യർത്ഥനയാണ്. അപ്പൊ ഇതും പഠിച്ചു നോക്കുക. 2021 ഒക്ടോബർ 31 പറഞ്ഞത്. ആരാണ്? എലിസബത്ത് വത്തിയാണ്. ലോക കാലാവസ്ഥ സമ്മേളനത്തിനാണ് പറഞ്ഞത്. ഇനി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഇവിടെ പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹരിത കേരള മിഷൻ. മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കാരം, ജൈവ കൃഷി എന്നിവ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ആരംഭിച്ചത് 2016 നവംബർ 22 ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. ഇനി ഇവിടെ നമുക്ക് ലാസ്റ്റ് ഭാഗമാണ് നിയമവും സമൂഹവും എന്ന അധ്യായം. അങ്ങനെ 5ാം ക്ലാസ്സിലെ ഈ
ഒന്നും രണ്ടും ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. പിന്നെ നമുക്ക് 6ാം ക്ലാസ്സിൽ മാറ്റമില്ല, 7ാം ക്ലാസ്സിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ എന്താണ് നിയമം ഉണ്ടാവും ഇവിടെ 11ാമത്തെ അധ്യായമാണ്. എന്താണ് നിയമം? സമൂഹത്തിന്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അപകടത്തിലാകുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്ന നിയമങ്ങൾ. ഒന്ന്, സാമൂഹിക വഴക്കങ്ങളിലൂടെ രൂപപ്പെടുന്ന നിയമങ്ങൾ. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. പ്രാചീന സമൂഹത്തിൽ നിലനിന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. എന്താണ് സോഷ്യൽ നോം? സാമൂഹിക വഴക്കങ്ങൾ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് ഇത് സാമൂഹിക വഴക്കങ്ങൾ. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഗവൺമെന്റുകൾ മുൻകൈ എടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾ പുറമെ ശക്തമായ പൊതുജനാഭിപ്രായമുള്ള തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പൊ കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇന്ത്യൻ പാർലമെന്റ്, കേരള നിയമസഭ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. കേരള നിയമനിർമ്മാണ സഭ എന്താണ്? രാഷ്ട്രം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? രാഷ്ട്രം എന്ന് പറയുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. ഇനി വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനാൽ നിലവിൽ വന്ന നിയമമാണ് ഈ വിവര സാങ്കേതിക വിദ്യാ നിയമം. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് നിയമവ്യവസ്ഥയ്ക്കുള്ളത്. ഇനി കുട്ടികളും അവരുടെ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ബാലവേല നിരോധന നിയമം 1986 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ ബാലാവകാശ കമ്മീഷൻ സമിതി സ്ഥാപിച്ചത് 2007 മാർച്ചിലാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ സമിതി 2013 ജൂൺ 3-നാണ്. ഇതുമായി ബന്ധപ്പെട്ട ചെയർമാനൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ബാലനീതി നിയമം 2015. ഇവിടെ സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിന് 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിപ്പിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. 2015 ബാലനീതി നിയമം. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഇതിന്റെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098 1098. നവംബർ 20 ലോക ബാലവേല ദിനം സംരക്ഷണ ദിനമാണ്. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. നോക്കുക, നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ് കേട്ടോ. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്, മാറരുത്. എന്താണ് അതിന്റെ തീം? നമുക്ക് പ്രതിബദ്ധതയിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കാം. ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ് ആൻഡ് ചൈൽഡ് ലേബർ. ഇനി പോക്സോ ആക്ട് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസ് ആക്ട് 2012. ലിംഗപദവി വ്യത്യാസമില്ലാത്ത കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണ് 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് നിയമം നടപ്പിലാക്കിയത്. അപ്പൊ ഈ പോയിന്റ് പഠിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ
ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയത്. ഇനി നിയമവാഴ്ച കേട്ടോ, അതൊക്കെ നമ്മുടെ സിലബസിലുള്ളതാണ്, നിയമവാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വ്യത്യസ്തങ്ങളായ നിയമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമങ്ങളുടെ മുന്നിൽ എല്ലാവരും പൗരന്മാരും തുല്യരാണ്. നിയമങ്ങൾ ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. തർക്ക സംവിധാനങ്ങൾ. ഒന്ന് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് വിശദീകരിച്ച് പഠിക്കാണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി കൂടാതെ വിവിധതരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോടതികളുടെ ശൃംഖല നോക്കുമ്പോൾ ആദ്യം സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പിന്നെ 7ാം ക്ലാസ്സിലേക്ക് ഇനി നമുക്ക് പോകാനുണ്ട്. 6ൽ പിന്നെ നമ്മൾ പറഞ്ഞു ഓൾറെഡി അതിന്റെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പഴയ 5 മുതൽ 7 വരെയുള്ള എല്ലാ ചാപ്റ്ററിന്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന നോട്ടൊക്കെ നമ്മൾ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 81 29 529 102 എന്നുള്ളതിൽ. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ 11 അധ്യായം. ഇനി 7ാം ക്ലാസ്സിലെ മധ്യകാല ഇന്ത്യ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഭരണഘടന, വഴിയും വഴികാട്ടിയും, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, നമ്മുടെ ഭൂമി, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ, അധികാരം, ജനങ്ങൾക്ക്, ഭൂമി അറിയാൻ, ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും പഠിക്കാനുണ്ട് ഒരുപാട്. ബജറ്റ് വികസനത്തിന്റെ രേഖ, വിവേചനത്തിനെതിരെ, ചരിത്രത്തിന്റെ ആധാരശിലകൾ. ഓക്കെ, നമ്മൾ 5ാം ക്ലാസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ 7ാം ക്ലാസ്സിന്റെ ക്ലാസ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാൻ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ ആഡ് ചെയ്യും. അപ്പോൾ അത് പ്രിന്റിൽ എത്രാമത്തെ പേജിലാണ് ഈ അധ്യായങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.